ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാട്ടിനിറ്റസ് വിത്ത് മീ അൻഷ. ഇന്നൊരു ബേബി മൈൽ സ്റ്റോൺ ഫോട്ടോ ബോർഡ് ആയാലോ? അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ബേബിയുടെ ഓരോ മന്തിലെ ഫോട്ടോസ് വെച്ചിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ മോൾക്ക് 1 ഇയർ ആയിട്ടുണ്ട്. അപ്പോൾ 1 ഇയറിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് ഒരു ഡെക്കർ ഐറ്റം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബോർഡ് പർച്ചേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ സാധാരണ ബ്ലാക്ക് ബോർഡാണ് കേട്ടോ. കുട്ടികളൊക്കെ എഴുതി കളിക്കുന്ന സ്ലേറ്റ് പോലുള്ള ബോർഡാണ് ഇത് വരുന്നത്. ഇതിനൊരു സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് നമ്മളുടെ ബേബിയുടെ ഓരോ മന്തിലെ ഫോട്ടോസ് വെച്ചിട്ട് ഒരു ബേബി മൈൽ സ്റ്റോൺ ഫോട്ടോ ബോർഡ് ചെയ്തെടുക്കാം. ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് പിൻട്രസ്റ്റ് നിന്നാണ് കേട്ടോ. ബേബിയുടെ 1 ഇയറിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ എന്ന് ഞാനിങ്ങനെ പിൻട്രസ്റ്റിൽ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫോട്ടോസൊക്കെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ മന്തും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഡ്രസ്സിൽ പ്രിൻറ്റ് ചെയ്തിട്ടാണല്ലോ, 1 മന്ത് 2 മന്ത് അങ്ങനെ. അപ്പോൾ അതിലൊക്കെ ഫോട്ടോസ് എടുത്ത് വെക്കാറുണ്ട്. ആ ഫോട്ടോസാണ് ഒരേ സൈസിലാക്കിയിട്ട് ഞാൻ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുമ്പം ബാക്കി സ്പേസിലോട്ട് വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ താങ്ക് യു കാർഡ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. നിങ്ങളുടെ കയ്യിൽ പേപ്പർ ട്രിമ്മർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. കാരണം സിസറിനെക്കാളും നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുന്നത് പേപ്പർ ട്രിമ്മറാണ്. ഇപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോർഡിലോട്ടേക്ക് നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ വെച്ച് നോക്കുന്നുണ്ട്. ഒരു റോയിൽ 4 ഫോട്ടോസ് വരുന്ന രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 3 റോ ആകുമ്പോഴേക്ക് നമ്മളെ ഫോട്ടോ ബോർഡ് കംപ്ലീറ്റ് ആകും. ഇനി ഇതിലോട്ടേക്ക് വെക്കുമ്പോൾ നമുക്ക് ചെരിഞ്ഞിട്ടോ വളഞ്ഞിട്ടോ പറ്റില്ല. അപ്പോൾ നല്ല കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. സ്കെയിലും പെൻസിലിനെ കൊണ്ട് ചെറുതായ രീതിയിൽ ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫോട്ടോസ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഫോട്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഗമ്മല്ല, ടാക്കി ടാപ്പാണ്. ഗം ആകുമ്പം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളഞ്ഞു പോകാനും ചെരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ടാക്കി ടാപ്പ് ആകുമ്പോൾ നല്ല രീതിയിൽ ഒട്ടി നിൽക്കും. അപ്പോൾ ഞാൻ ട്രാൻസ്പെറൻ്റ് ഉള്ള ഈ ഡബിൾ സൈഡ് ടാപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഫോട്ടോസും ഇതുപോലെ ടാക്കി ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫോട്ടോസൊക്കെ ഇതിലോട്ടേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കണം. അതിന് ക്രിക്കറ്റ് മെഷീൻ വേണം. ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ സ്പേസിലോട്ടേക്ക് എന്തൊക്കെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ആവശ്യമായതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 1 ഇയർ ഓഫ് സഹറ എന്നാണ് ഞാൻ മുകളിലായിട്ട് എഴുതുന്നത്. പിന്നെ ഓരോ ഫോട്ടോയുടെ താഴെയിലും അതിൻ്റെ മന്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 മുതൽ 12 വരെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ബ്ലാക്ക് ബോർഡ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ക്രീം ഷെയ്ഡുള്ള കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒറ്റ കളറിൽ തന്നെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന പോലെ ഈ ഒരു സ്പേസിലൊക്കെ, അതായത് ഇങ്ങനെ ഒരു ബോർഡൊക്കെ വരുന്നതിൽ എല്ലാം നമ്മൾ പെർമനൻറ്റ് വിനൈലാണ് യൂസ് ചെയ്യുക. അപ്പോൾ പെർമനൻറ്റ് വിനൈലിൻ്റെ ഒരു ക്രീം ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീഡ് ചെയ്തിട്ട് ഓരോന്നിലോട്ടേക്കും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും താഴെയായിട്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഒരു വർക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഓർഡേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പിലേക്കോ മെസ്സേജ് ചെയ്താൽ മതി. നമുക്കത് ചെയ്തെടുക്കാം. ഡെലിവറി ഓൾ ഓവർ UAE ആണ്. അപ്പോൾ എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷന് സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തത് നമ്മൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നെക്സ്റ്റ് ഇതിൽ പോസ്റ്റ് ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ കേക്കൊക്കെ വെച്ചിട്ടുള്ള ടേബിളിൻ്റെ ഒരു മൂലക്കായിട്ടാണ് ഞാൻ ഈ ബേബി മൈൽ സ്റ്റോൺ ഫോട്ടോ ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നെക്സ്റ്റ് വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ സെറ്റിങ്സൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് നെക്സ്റ്റ് വരുന്നത് ഇൻഷാ അല്ലാ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.